RDX പോലെ പ്രതീക്ഷ ഇല്ലാതെ വന്ന ഒരു പടമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിലേറെ പ്രതീക്ഷ എനിക്ക് കിട്ടി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ, ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുമുണ്ട്, നമുക്ക് കരയാനുമുണ്ട്. പിന്നെ അതിനെക്കാട്ടി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കല്യാണം കഴിഞ്ഞതാണ്. ബാബുരാജിൻ്റെ വൻ തിരിച്ചു പ്രാപം. ബാബുരാജിനും ഭയങ്കര പ്രാപം. അതിനുവേണ്ടി കൂട്ടിരിക്കണം മോനും. അതിനുവേണ്ടി കൂട്ടിരിക്കണം മോനും. സത്യം പറയും, ഇതണക്ക് ഒരു അച്ഛനും മോനും. എനിക്ക് 2 മക്കളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മോനെ ഇതണക്കാവും. പിന്നെ അല്ലാതെ എന്നും പറഞ്ഞ് വേറെ പെണ്ണിൻ്റെ ബാക്കേ പോകുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ സിസിലി ആയിരിക്കണമെന്നേ ഉള്ളൂ ഈ പടത്തിൽ. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ പടത്തിൻ്റെ ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് കൊണ്ടുവന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയിൻ ടോജ് ചാക്ക ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗ അനുരാഗിയാണ്. ആ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. വേറെ ലെവലാണ്. പക്ഷേ ഇത്രയും നല്ല വലിയ ക്യാരക്ടർ കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്രയും നല്ല വേഷങ്ങൾ ചെയ്യുന്ന ഷെയിൻ ടോജ് ചാക്ക വന്ന്